ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കെയിൽ വലുതാക്കി ടീം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക എന്ന പരിപാടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. പടത്തിലെ ആദ്യത്തെ ഷോട്ട് തന്നെ കഴിഞ്ഞ പടത്തിന്റെ സ്കെയിലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നായകന്റെ റുട്ടീൻ ജീവിതം കാണിക്കുന്ന മൊണ്ടാഷ് പരിപാടി ഇവിടെയുമുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ ചോരയുടെ അളവ് കൂടുതലാണ്. തന്റെ മകളോടുള്ള മാൻസലിന്റെ പ്രത്യേക സ്നേഹം തന്നെയാണ് ഈ പടത്തിലും സംഗതി കൈവിട്ടു പോകാനുള്ള മൊമെന്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ പടത്തിൽ റഷ്യക്കാരാണെങ്കിൽ ഇത്തവണ വേറെ ഒരു ഗ്യാങ് ആണ് വരുന്നത്. ബേസിക്കലി സ്ട്രക്ചർ പഴയത് തന്നെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഫിസിക്കൽ ഇൻറ്റിമസിയുടെ കുറവും പഴയ പടത്തിലേതുപോലെ ഇവിടെയും വിഷയമാകുന്നുണ്ട്. ആദ്യത്തെ പടത്തിൽ നമ്മൾ കണ്ട എല്ലാ സംഭവങ്ങളുടെയും ഒരു വലിയ വേർഷൻ കാണിക്കുക എന്നതാണ് ഈ പടം ചെയ്യുന്നത്. ഒന്നാം ഭാഗത്തിൽ മാൻസലിന്റെ കുടുംബത്തിന് കാര്യങ്ങളെല്ലാം വ്യക്തമായതുകൊണ്ട് പുതിയതിൽ അവരെല്ലാം ഏറെക്കുറെ ടീം അംഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. സ്കെയിൽ വലുതാക്കുക എന്ന് പറയുന്ന പരിപാടി മോശം കാര്യമൊന്നുമല്ല. പക്ഷെ പഴയ അതേ സ്ട്രക്ചർ വീണ്ടും ആവർത്തിക്കുന്നത് കാണുമ്പോൾ ഒന്നാമത്തെ പടത്തിന്റെ വിജയത്തിനെ ചൂഷണം ചെയ്യുന്ന, കാര്യമായിട്ട് ഇമാജിൻ ചെയ്യാൻ മെനക്കെടാത്ത ഒരു ഫീലാണ് ക്രിയേറ്റീവ് സൈഡിൽ നോക്കുമ്പോൾ ഈ പടം കാണുമ്പോൾ കിട്ടുന്നത്.